ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നല്ല രീതിയിൽ വരണ്ടതും അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്നതുമായിട്ടുള്ള മുടി നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചകിരി പോലെ ഒട്ടും ഒരു ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെ ഇരിക്കുന്ന മുടി എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു മുടിയുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തയിൽ വരും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടും ഷൈനി ആയിട്ടൊക്കെ ഇരിക്കുന്ന മുടിയായിരിക്കും നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് ഇത്തരം ഈ രീതിയിൽ നമുക്കൊന്ന് മാനേജബിൾ ആയിട്ട് മുടിയെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, അത് വളരെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് കാണാൻ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വേണ്ടത് എന്ന് പറയുന്നത് വെണ്ടയ്ക്കയാണ്. അപ്പൊ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് എന്താണ്? ലേഡീസ് ഫിംഗർ അല്ലെ. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ ലേഡീസ് ഫിംഗർ എന്ന് പറയും. അപ്പൊ ഈ വെണ്ടയ്ക്ക എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് വെച്ചാൽ ഇതിൽ ഒരുപാട് ഫൈറ്റോ കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് മുടി നല്ല രീതിയിൽ തിളങ്ങാനും നല്ല രീതിയിൽ ഷൈൻ ആയിട്ടിരിക്കാനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഫൈറ്റോ കെരാറ്റിൻ മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ളത്, വൈറ്റമിൻ എ നന്നായിട്ട് അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ അതും നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്കും കഴിക്കാം, അതുപോലെ പുറമെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് വെണ്ടയ്ക്ക. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് വെണ്ടയ്ക്ക പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അത് മുടിക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വെണ്ടയ്ക്ക ആവശ്യമായിട്ട് ഒരു 5-6 വെണ്ടയ്ക്കയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ വെണ്ടയ്ക്ക നമ്മൾ നന്നായിട്ട് അത് കട്ട് ചെയ്ത് എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ 1-1.5 ഗ്ലാസ് വെള്ളം, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എത്ര കണ്ട് വേണം, എല്ലാവരുടെയും മുടിയുടെ കൺസിസ്റ്റൻസി വ്യത്യാസമാണ് അല്ലെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എത്ര വെള്ളം വേണം അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുക. അപ്പൊ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും. അപ്പൊ ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു കൊഴുകൊഴുപ്പ് നല്ല രീതിയിൽ വരും, കൊഴുത്ത് വന്നിരിക്കുന്ന രീതിയിലേക്ക് വരും. അങ്ങനെ ആകുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു മിശ്രിതം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പൊ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ല രീതിയിൽ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പൊ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കിട്ടും. അതിനുശേഷം നമ്മൾ ഇതൊരു കോട്ടൺ തുണി ഉപയോഗിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതായത് അതിന്റെ ആ ഒരു സത്ത്, അതിന്റെ എക്സ്ട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു ബാക്കി വരുന്ന അതിന്റെ ആ ഒരു റെമനൻസ് പൂർണ്ണമായിട്ട് മാറുന്ന രീതിയിൽ അത് നല്ലൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ രീതിയിലുള്ള ഒരു പറ്റിപ്പിടിപ്പ് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ ഇതെടുത്ത് നമ്മളിത് മാറ്റി വെക്കുക. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? പിന്നെ വേണ്ടത് നമുക്ക് അരിപ്പൊടിയാണ് വേണ്ടത്. അപ്പൊ അരിപ്പൊടി എപ്പോഴും നമുക്കറിയാം, ഇപ്പൊ കൊറിയൻസിന്റെ സ്കിന്നിലായാലും ഹെയർ ഇതിലായാലും ഒരു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് അരിപ്പൊടി. അപ്പൊ അരിപ്പൊടി നമുക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി വേണം. അപ്പൊ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം കോൺഫ്ലവർ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം അരിപ്പൊടിയാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും. ടീസ്പൂൺ അല്ല, ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്ത് നല്ല രീതിയിൽ നമ്മളിത് ഒരു 1/4 കപ്പ് വാട്ടർ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ചെറുതായിട്ട് ചൂടാക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു എന്താ പറയാ, ഒരു നല്ല കൺസിസ്റ്റൻസി വരും, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചെറുതായി ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ ഒരു മിശ്രിതം ഉണ്ടല്ലോ, അതെടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇതൊന്ന് ചെറുതായി ചൂടായിട്ട് ഒന്ന് ഹോമോജീനസ് മിക്സ്ചർ ആക്കുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ ഒരു കറക്റ്റ് എല്ലാം കൂടി ആ ഒരു എല്ലാ മിശ്രിതവും ഒരുമിച്ചായിട്ടുള്ള രീതിയിലേക്ക് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് വെച്ചിരിക്കാം. അതിനുശേഷം നമുക്കറിയാം ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ നമ്മൾ ഫ്രിസി ഹെയറിൽ ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധ്യതയുണ്ട് അതൊന്നും കൂടി ഫ്രിസി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കുറച്ചൊരു ഓയിൽ ചേർക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പൊ എപ്പോഴും നല്ല എന്താ പറയാ, നല്ല രീതിയിൽ എണ്ണമയമുള്ള ഒരു മുടിയാണെങ്കിൽ നിങ്ങൾക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം ചേർത്താൽ മതി, മനസ്സിലായോ? നല്ല ഫ്രിസി ആണ്, എപ്പോഴും ഡ്രൈ ആണ്, ഭയങ്കരമായിട്ട് ഈ ചകിരിനാര് പോലത്തെ മുടിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാം. ഇനി സ്പ്ലിറ്റ് ഹെയർ ആണ്, പെട്ടെന്ന് മുടി പൊട്ടിപ്പോകുന്ന മുടിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പൊ ഈ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ഏതൊക്കെ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നല്ലെണ്ണ ഉപയോഗിക്കാം, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങളുടെ തലയ്ക്ക് അനുയോജ്യമായത്, അതുപോലെ തന്നെ അവണക്കെണ്ണ ഉപയോഗിക്കാം, മനസ്സിലായോ? ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായത്, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഓയിൽ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഏത് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തത്, ആ രീതിയിലുള്ള ഒരു ഓയിൽ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ
ഇതിൽ ആഡ് ചെയ്യാം. ഇനി ഒന്നോ രണ്ടോ ഓയിലുകളും കൂടി മിക്സ് ചെയ്തിട്ട് ഓയിൽ ആഡ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ഹെന്ന അപ്ലൈ ചെയ്യില്ലേ? ഹെന്ന എങ്ങനെ അപ്ലൈ ചെയ്യാം? റൂട്ട് തൊട്ട് ടിപ്പ് വരെ അപ്ലൈ ചെയ്തിട്ട് ഇത് നമ്മളിങ്ങനെ മടക്കി മടക്കി വെക്കും, ഓരോ സ്ട്രാൻഡ്സ് ഓഫ് ഹെയറും. ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് ഇത് നമ്മളിങ്ങനെ കെട്ടി രണ്ട് സൈഡിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വെക്കുക. ഈ രീതിയിൽ നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക, ഹെന്ന അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഗത്തേക്കും എത്തുകയും അത് നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈൻ തരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇത് അലർജി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചില വെജിറ്റബിൾസിനോടൊക്കെ ഇപ്പൊ ഈ വെണ്ടയ്ക്കയോട് അലർജി അല്ലെങ്കിൽ അരിപ്പൊടിയോട് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ടിപ്പ് ഞാൻ പറയാം. അപ്പൊ ഈ രീതിയിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത് 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. 2 മണിക്കൂർ വെച്ചാലാണ്, കാരണം ഇത് നാച്ചുറൽ റെമഡിയാണ്, പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടില്ല. കുറച്ചു നേരം അധികം വെക്കേണ്ടതാണ്. അപ്പൊ തലനീരൊക്കെയുള്ളവര് ഈ ഭാഗത്തേക്ക് വരണ്ട, അവർക്ക് ഇത് പറ്റില്ല. 2 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. അപ്പൊ വെച്ചതിന് ശേഷം വെള്ളം വെച്ച്, സാധാരണ വെള്ളം ഉപയോഗിച്ച്, ഒരു ഷാമ്പൂസും ഒരു എന്താ പറയാ ഒരു സോപ്പും യൂസ് ചെയ്യാതെ കഴുകി കളയാം. മനസ്സിലായി? ഒരു താളിയും ഉപയോഗിക്കേണ്ട, സാധാ ഇതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കഴുകി കളയാം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യണം? ഒരാഴ്ചയിൽ ഒരു 2 or 3 വട്ടം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. 2 മാസത്തിലൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ടെക്സ്ചറിൽ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു നല്ലൊരു റെമഡി എന്ന് പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഡോക്ടറെ ചെയ്യേണ്ടത്, വളരെ മുടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ഇതിനാവശ്യമായിട്ട്, അപ്പൊ ഞാൻ പറഞ്ഞു വെണ്ടയ്ക്ക് അലർജി ഉള്ളവർക്ക് പറ്റിയ ഒരു റെമഡി പറയാനാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു റോബസ്റ്റ പഴമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. പിന്നെ വേണ്ടത് അവണക്കെണ്ണ, പിന്നെ വേണ്ടത് മുട്ട. അപ്പൊ ഈ മുട്ട എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത്, മുട്ട എപ്പോഴും നല്ല രീതിയിൽ ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിന്റെ കൂടെ മഞ്ഞയും കൂടി ആഡ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. തീരെ ഓയിലി ഹെയർ ആണെങ്കിൽ മഞ്ഞ എടുക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. മുട്ട എടുക്കുമ്പോൾ എഗ് വൈറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ, ഡ്രൈ ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈനെസ് കൂടും. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ യെല്ലോ കൂടി എടുക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക. തീരെ ഓയിലി ഹെയർ ആണെങ്കിൽ യെല്ലോ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ രീതിയിൽ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് റോബസ്റ്റ പഴം തന്നെ എടുക്കാം. നേന്ത്രപ്പഴം എടുക്കുന്നതിനേക്കാളും റിസൾട്ട് കിട്ടുക റോബസ്റ്റ പഴം എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പൊ ഇത് നല്ല രീതിയിൽ നിങ്ങൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് നന്നായിട്ട് ഇട്ട് നല്ല രീതിയിലാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. അതിന്റെ റെമനൻസ് ഒക്കെ കളയാം. അതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതിന്റെ ഒരു അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ മുടിയിൽ ഇതേ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് നമ്മുടെ ടിപ്പ് തൊട്ട്, മുടിയുടെ ടിപ്പ് തൊട്ട് അറ്റം വരെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാധാ ഹെന്ന അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂർ വെക്കാം. അപ്പൊ ഇത് നമുക്ക് ബോയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്രയും കൂടി സൗകര്യമാണ് മറ്റേതിനേക്കാളും. വെണ്ടയ്ക്കേനെ ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ചും കൂടി സൗകര്യമാണ്. പക്ഷെ കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും വെണ്ടയ്ക്കായിരിക്കും. കാരണം വെണ്ടയ്ക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനാണ് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇത് കുറച്ചധികം നാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും കേട്ടോ. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ചികിത്സയല്ല, ഹോം റെമഡിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് നാൾ അധികം ചെയ്താലാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ആ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ ഷൈൻ ആയിട്ട് 1-2 ദിവസം ഇതിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. പിന്നെ കുറച്ച് നാൾ അധികം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ആ ഒരു വ്യത്യാസം, നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചതിന്റെ ഒരു സൊല്യൂഷൻ കൂടിയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം. ഓക്കെ.